ഞാൻ മനസ്സിൽ പൊന്തി വന്ന പേടിയോടെ ഋതുവിന്റെയും കൂട്ടുകാരികളുടെയും അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എയറൊക്കെ വലിച്ചു കയറ്റി ഗൗരവത്തിൽ നിലയുറപ്പിച്ചു. മനസ്സിലെ ഭയം മറ്റുള്ളവർ അറിയാതിരിക്കാൻ ഗൗരവം നല്ലതാണ്. സുമാരൻ വല്യച്ഛനിൽ നിന്നാണ് ഞാൻ ഈ വിദ്യ പഠിച്ചത്. കിണിച്ച് നിന്നു കൊടുത്താൽ പെമ്പിള്ളാർ വിചാരിക്കും ഇവനൊരു പാവമാണ്, തലയിൽ കയറി നിരങ്ങിക്കളയാമെന്ന്. ഉണ്ണിയേട്ടൻ വലിയ ഗൗരവക്കാരനാണ്. എന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഋതു പറഞ്ഞു. അയ്യേ, ഈ ഋതു എന്താണ് ഈ ചെയ്യുന്നത്? ആൾക്കാരുടെ മുന്നിൽ വെച്ച് മുന്നിൽ നിൽക്കുന്ന ഇവളുടെ ഈ കൂട്ടുകാരികളുടെ മനസ്സിൽ ലോല വികാരങ്ങൾ ഉണരില്ലേ? ഇത് ഗംഗ, പൊക്കം കുറഞ്ഞ് വെളുത്ത ഒരു സുന്ദരിയായ പെൺകുട്ടിയെ ചൂണ്ടി ഋതു പറഞ്ഞു. നമസ്കാരം. ആ പെൺകുട്ടിയെ നോക്കി ഞാൻ തൊഴുതു. ഇത് കാവേരി, പൊക്കമുള്ള സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ ചൂണ്ടി ഋതു പറഞ്ഞു. എല്ലാരും കൂടി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനുള്ള വരവാണോ? വല്യച്ഛന്റെ ഗൗരവവും കടമെടുത്തുകൊണ്ട് ഞാനത് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതം. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? ഗംഗ ചോദിച്ചു. ഗംഗയും കാവേരിയും അതൊക്കെ വലിയ നദികളല്ലേ? അത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഈ കല്യാണ മണ്ഡപത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ? അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗൗരവത്തിൽ തന്നെ ഞാൻ അതിന് മറുപടി കൊടുത്തു. അയ്യോ, ഹ, തമാശ, ഭയങ്കര തമാശ. നിന്റെ ഉണ്ണിയേട്ടൻ വലിയ തമാശക്കാരനാണല്ലോ. ഗംഗയും കാവേരിയും എന്റെ തമാശ കേട്ട് പൊട്ടി ചിരിച്ചു. ഇതൊക്കെ ചെറുത്, ഇതിനേക്കാൾ വലിയ തമാശകളൊക്കെ പറയും. ചിലതൊക്കെ കേട്ടാൽ മാസങ്ങളോളം ഇരുന്ന് ചിരിച്ചു പോകും. ഋതു എന്നെ പൊക്കി പറഞ്ഞു. എന്റെ പേര് മീനാക്ഷി. അടുത്തു നിന്ന് ഋതുവിന്റെ മറ്റൊരു കൂട്ടുകാരി തന്നെ ആരും പരിചയപ്പെടുത്താത്തത് കൊണ്ട് സ്വയം അങ്ങ് പരിചയപ്പെടുത്തി. ഹായ്. ഞാൻ അവൾക്ക് നേരെ കൈ ഉയർത്തി കാണിച്ചു. എനിക്ക് ഉണ്ണിയേട്ടനെ അറിയാം, മീനാക്ഷി പറഞ്ഞു. ദൈവമേ, എന്നെ അറിയാമെന്നോ? എങ്ങനെ അറിയാമെന്നാണ്? എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടാക്കാനുള്ള പ്ലാനാണോ? ദൈവമേ രക്ഷിക്കണേ. എങ്ങനെ അറിയാം? ഞാൻ വിറയൽ കലർന്ന ഗൗരവത്തിൽ ചോദിച്ചു. ഒരു ദിവസം ചേട്ടനെ ഞാൻ ബസ്സിൽ വെച്ച് കണ്ടിരുന്നു, അവൾ പറഞ്ഞു. ദൈവമേ, ഞാൻ ബസ്സിൽ വെച്ച് അറിയാതെ എങ്ങാനും ഇവളെ തട്ടിയോ? എങ്കിൽ ഇപ്പോൾ ഋതു എന്നെ തട്ടും. ഞാനും അച്ഛനും ബസ്സിൽ ഒരു സീറ്റിൽ ഇരിക്കുകയായിരുന്നു. മീനാക്ഷി തുടരുകയാണ്. ദൈവമേ, എന്താണ് ഇവളുടെ ഉദ്ദേശം? സീറ്റിൽ പിന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വെപ്രാളത്തോടെ പ്രതിവചിച്ചു. മീനാക്ഷി ചിരിച്ചു. ഹായ്, ചിരിക്കുന്നു. ഇനി ഒന്നും പറയില്ലായിരിക്കും, ഞാൻ ചിന്തിച്ചു. പക്ഷെ അവൾ തുടരുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഏട്ടൻ എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടു നിന്നു. കുറേ നേരം. മീനാക്ഷി ചിരിച്ചു. ഇവളുടെ നാക്കിന് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ പറയേണ്ട വേദയാണോ ഇത്? മീനാക്ഷി പറഞ്ഞത് കേട്ട് എന്റെ നവദ്വാരങ്ങളിൽ കൂടിയും എയർ പോയി. പെണ്ണു നോക്കി നടക്കുന്ന കാലത്ത് പെണ്ണൊന്നും സെറ്റാവാത്തതിനാൽ ചില പെമ്പിള്ളേരെയൊക്കെ നോക്കി വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഈ നശൂലവും ഉണ്ടായിരുന്നോ? ഞാൻ ഋതുവിനെ ഒളിക്കണ്ണിട്ട് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കത്തുകയാണ്. ഇന്നത്തെ ആദ്യ രാത്രിയിൽ എന്റെ മുതുക് പൊളിയുമെന്നാണ് തോന്നുന്നത്. ഞാൻ വെക്കി മീനാക്ഷിയോട് പറഞ്ഞു. അത് വേറെ ആരോ ആയിരിക്കും. അല്ല, ചേട്ടൻ തന്നെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, നല്ല ചെറുക്കൻ, നിന്നെ പെണ്ണ് ആലോചിച്ച് വന്നാൽ കൊടുക്കാമായിരുന്നു എന്ന്. മീനാക്ഷി നാണത്തോടെ ചിരിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഋതു മുഷ്ടി ചുരുട്ടുന്നു. എനിക്ക് ഇപ്പോ ഇടി കിട്ടും. ഹേയ്, അത് ഞാനായിരിക്കില്ല. എന്നെപ്പോലെ 7 പേരുണ്ട്. അതിൽ ഞാൻ മാത്രമേ നല്ലതായിട്ടുള്ളൂ. ബാക്കി 6 പേരും പെമ്പിള്ളാരെ വായി നോക്കും. ഞാൻ വിറയിലോടെ പറഞ്ഞൊപ്പിച്ചു. അല്ല, ചേട്ടൻ തന്നെ. ചേട്ടനെ പിന്നെയും പലയിടത്തും വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരാളോട് ചേട്ടന്റെ പേര് തിരക്കിയിരുന്നു. അപ്പോഴാ ചേട്ടന്റെ പേര് ഒരാൾ പറഞ്ഞു തന്നത്, ഉണ്ണികൃഷ്ണൻ എന്ന്. ഞാൻ ഋതുവിനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന്? അത് ഞാനില്ല എന്ന് ഉറപ്പല്ലേ? എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഋതു എന്റെ തുടയിൽ അതിഭീകരമായി ഒന്ന് നുള്ളി. എനിക്ക് ചുട്ടുപൊള്ളുന്ന ഒരു വേദന അനുഭവപ്പെട്ടു. ഞാനൊന്ന് ചാടിപ്പോയി. അവൾ എന്റെ കാതിൽ പറഞ്ഞു, ഉണ്ണികൃഷ്ണന് ഇന്ന് വച്ചിട്ടുണ്ട്. മതി പരിചയപ്പെടലൊക്കെ, നിങ്ങൾ പൊയ്ക്കോ. ഋതു കൂട്ടുകാരികളെ ഓടിച്ചു വിട്ടു. എന്നിട്ട് ഋതു എന്നോട് തിരിഞ്ഞു പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ എന്ന പേര് പോലെ തന്നെ കൃഷ്ണന്റെ സ്വഭാവമല്ലേ? ഇനി ആരൊക്കെ ഇതുപോലെ പറഞ്ഞുകൊണ്ടുവരും എന്ന് ദൈവത്തിനറിയാം. ഋതു, എനിക്കൊന്നും കേൾക്കണ്ട. അവൾ ദേഷ്യത്തോടെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. ദൈവമേ, ഇതൊക്കെ ചെന്ന് അവളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമോ എന്തോ. വീട്ടിൽ എത്തുന്നതുവരെ ഋതു എന്നോട് മിണ്ടിയില്ല. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ അവൾ കരയുമെന്നും അപ്പോൾ ഓടിച്ചെന്ന് അവളെ ആശ്വസിപ്പിച്ച് പിണക്കം മാറ്റാം എന്നും ഒരു പ്ലാനിങ് ഞാൻ ഇട്ടു. പക്ഷെ യാത്ര പറയാൻ നേരത്ത് അവൾക്കൊരു സങ്കടവുമില്ല. അവളുടെ വീട് എന്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും പോയി വരാമല്ലോ. അതായിരിക്കും കരയാത്തത്. വേറൊരു സാധ്യത, എന്നോടുള്ള ദേഷ്യം അവളുടെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുകയാണല്ലോ. അതിന്റെ ഇടയ്ക്ക് കരഞ്ഞ് അതിനെ കെടുത്തണ്ട എന്ന് വിചാരിച്ചു കാണും. ഭഗവാനെ, എന്റെ കാര്യം പോക്ക് തന്നെ. ഇനി എന്തു പറഞ്ഞ് ഇവളെ ഒന്ന് ശാന്തയാക്കും? വീടിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഋതുവിനോട് ചോദിച്ചു, വീട് എങ്ങനെയുണ്ട്? പക്ഷെ അവൾ അത് കേട്ട ഭാവം നടിച്ചില്ല. അമ്മ ഒരു വിളക്കം കൊളുത്തിക്കൊണ്ടുവന്ന് വധുവിനെ സ്വീകരിച്ചു. ഉടനെ അവൾ ഒരു സ്വർണ്ണവള അമ്മയ്ക്ക് സമ്മാനിച്ചു. അമ്മയുടെ മുഖത്ത് 1000 പൂത്തിരികൾ ഒരുമിച്ച് വിരിഞ്ഞു. വലതുകൾ വെച്ച് കയറുവാ മോളെ. അമ്മയുടെ ശബ്ദത്തിൽ സ്നേഹം വഴിഞ്ഞൊഴുകുകയായിരുന്നു. സ്വർണ്ണവളയുടെ ഒരു പവറേ. അമ്മ ഋതുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആണുങ്ങൾ ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. രണ്ടും കൽപ്പിച്ച് ഞാനും അകത്തേക്ക് ചെന്നു.